ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ Hyundai EON വാൽ കവർ ലീക്കായിരുന്നു. അപ്പോൾ വാൽ കവറിൻ്റെ പാക്കിങ് മാറണം, അതാണ് നമ്മൾ ഇന്നത്തെ വർക്ക് കേട്ടോ. വാൽ കവർ നല്ലപോലെ ലീക്കുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഈ അസംബ്ലി ഉണ്ടല്ലോ, ഈ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് മാറ്റണം. എന്നാലേ നമുക്ക് വാൽ കവർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എയർ ഫിൽറ്റർ അയക്കുകയാണ്. ഫസ്റ്റ് സെൻറ്ററിലൊരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, നേരെ അപ്പുറത്തെ സൈഡിലൊരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, പിന്നെ ഇപ്പുറത്തൊരു ബോൾട്ടും കൂടെ ഉണ്ടായിരിക്കും. മൊത്തം 3 ബോൾട്ട് കേട്ടോ അസംബ്ലിക്ക്. പിന്നെ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കഴിക്കണം. എന്താണ് ഈ സൈഡത്തെ ബോൾട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോൾട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം മൂന്നാമത്തെ ബോൾട്ടും കൂടെ അയച്ചു കഴിഞ്ഞാൽ ഈ അസംബ്ലി ആ വാൽ കവറിൻ്റെ മുകളിൽ നിന്ന് വിടും. അതിന് ശേഷം അയക്കാനുള്ളത് മാനിഫോൾഡിലേക്ക് പോണ ഹോസ്, ആ ഹോസും കൂടി അഴിച്ച് മാറ്റണം. എന്നാൽ നമുക്ക് എയർ ഫിൽറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ 3 ബോൾട്ട് അയച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഹോസിൻ്റെ അവിടെ ചെറിയൊരു ഹോസ് ഉണ്ടായിരിക്കും, അത് അഴിച്ച് മാറ്റണം. അത് ചിലപ്പോൾ ചെറിയ ടൈറ്റ് കൂടുതലുണ്ടായിരിക്കും കേട്ടോ. ആ ടൈറ്റ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അഴിക്കാതെ തന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ആ ഹോസ് അഴിച്ച് മാറ്റി വയ്ക്കാം. നമ്മളത് ആദ്യം അഴിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ ഒരു ടൈറ്റ് കൂടുതലുണ്ട്, അപ്പോൾ നമ്മളത് അഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത് നമ്മൾ മാനിഫോൾഡിലേക്ക് പോകണ ആ ഹോസ് ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് അഴിച്ച് മാറ്റണം. അത് അഴിച്ച് മാറ്റിയിട്ട് നേരെ എയർ ഫിൽറ്ററിൻ്റെ അവിടുന്ന് അപ്പോൾ മാനിഫോൾഡിലെ ആ ഭാഗം അഴിക്കുകയാണ് കേട്ടോ, ആ ഹോസിൻ്റെ ഭാഗം അഴിക്കുകയാണ്. അപ്പോൾ അതഴിച്ചിട്ട് നമ്മൾ ആ ചെറിയ ഹോസ് അഴിക്കാൻ പറ്റുന്നില്ല അവിടുന്ന്. അപ്പോൾ കൂടുതലായിട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മളത് അഴിച്ചിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ അഴിക്കണേ ആ ഹോസിൻ്റെ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതവിടെ അഴിച്ച് മാറ്റിയിട്ട് ഈ ഹോസ് നേരെ അവിടെ മാറ്റി വയ്ക്കും. എയർ ഫിൽറ്റർ അസംബ്ലി അവിടെ പുറത്തേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വാൽ കവറുണ്ട്, ഫുള്ള് ലീക്കാണ് കേട്ടോ. അടിഭാഗത്തേക്കൊക്കെ നല്ലപോലെ ഓയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് മാറണം നമുക്ക്. അപ്പോൾ ആദ്യം ഈ ഒരു ഹോസ് ഉണ്ടല്ലോ, ആ ഹോസ് അയക്കണം. അപ്പുറത്തൊരു ഹോസ് ഉണ്ട്. പിന്നെ എന്താ ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു 10-ൻ്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ അത് ഇവിടെ ഒരു 10-ൻ്റെ, ഇവിടെ ഒരു 10-ൻ്റെ, ഇവിടെ ഒരു 10-ൻ്റെ, അവിടെ ഒരു 10-ൻ്റെ, അവിടെ ഒരു 10-ൻ്റെ, അവിടെ ഒരു 10-ൻ്റെ. ഇത്രയും ബോൾട്ടുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാൽ കവർ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ടൈമിംഗ് കവറിൻ്റെ അവിടുത്തെ 10-ൻ്റെ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 2 10-ൻ്റെ ബോൾട്ട് സൈഡിൽ നിന്നുണ്ടായിരിക്കും, അപ്പോൾ അത് അഴിക്കണം. അതഴിച്ച ശേഷം ബാക്കിയുള്ള ബോൾട്ടുകൾ, പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ കേബിളുകൾ വാൽ കവറിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. സൈഡിലത്തെ ബോൾട്ടുകൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അഴിച്ചിട്ടുണ്ട്. ഇനി 2 ഹോസുകൾ ഒന്ന് അഴിച്ച് മാറ്റണം കേട്ടോ. ഈ ഹോസ് അഴിക്കണം. അപ്പോൾ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലെയർ കൊണ്ടൊന്ന് തിരിച്ചു കൊടുക്കണം. ചെറിയൊരു പിടുത്തം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്ലെയർ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിച്ച് പുറത്തേക്ക് മാറ്റിയേക്കാം. അപ്പോൾ ആ ഹോസ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഈ ഹോസാണ്. ഇത് നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഹോസ് ഉണ്ടല്ലോ, അഴിക്കാൻ പറ്റാത്ത ഹോസ്, അതിൻ്റെ ഒരു എൻഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോസ് ഇവിടുന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. അതഴിച്ചതിന് ശേഷം നമുക്ക് വാൽ കവറിൻ്റെ 10-ൻ്റെ ബോൾട്ടുകൾ, ചുറ്റുള്ള 10-ൻ്റെ ബോൾട്ടുകൾ അഴിക്കാം. അപ്പോൾ ഹോസ് അഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാൽ കവറിൻ്റെ ചുറ്റുള്ള 10-ൻ്റെ ബോൾട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഓരോന്നായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. ഇത് അഴിച്ചെടുത്തിട്ട് വാൽ കവർ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഈ ഓയിലും കാര്യങ്ങളൊക്കെ പെട്രോൾ ഡീസൽ എന്തെങ്കിലും വെച്ചിട്ട് കഴുകിയെടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മളെല്ലാ ബോൾട്ടും വെച്ചിട്ടുണ്ട്. ഇനി നേരെ അത് വലിച്ചെടുക്കണം കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്താലോ തട്ടി കൊടുത്തു കഴിഞ്ഞാലോ, ഓവറായിട്ട് തട്ടരുത്, പ്ലാസ്റ്റിക്കാണ്, പൊട്ടും. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് തിക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് തിക്കി കൊടുത്തിട്ട്, അപ്പോൾ നമ്മൾ തിക്കി കൊടുത്തിട്ടുണ്ട്, നേരെ പതിയെ മുകളിലേക്ക് പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ വാൽ കവർ പതിയെ പൊക്കിയെടുക്കുക കേട്ടോ. വാൽ കവർ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വാൽവും കാര്യങ്ങളും. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു 1,80,000 ഓടിയ വണ്ടി കേട്ടോ. ഇത് ഇത്രയും ക്ലീനായി കിടക്കുന്നത് പ്രോപ്പറായിട്ടുള്ള സർവീസാണ് കേട്ടോ. ഇത് 5,000
6000 ആ റേഞ്ചിലാണ് ഓയിലും സർവീസിങ്. അതാണ് ഇത്രയും പ്രോപ്പറായിട്ടിരിക്കുന്നത്, സ്ലഡ്ജും കാര്യങ്ങളും ഇല്ലാത്ത കേട്ടോ. അപ്പോൾ നമ്മൾ വാൽ കവർ ക്ലീൻ ചെയ്യാം കേട്ടോ. ആ ഭാഗത്തുള്ള എല്ലാ ഓയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പെട്രോളോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് എടുക്കണം. ഡീസലിൽ മുക്കിയെടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ കുഴപ്പമില്ല. ഇതാണ് ഇതിൻ്റെ പഴയ വാൽ കവർ കേട്ടോ. കണ്ടത് പൊട്ടി പോവുകയാണ്. റബ്ബറിൻ്റെ പാക്കിംഗ് ആണ്. അതാണ് ഇപ്പോൾ ഈ ഒരു കോലം. റബ്ബറിൻ്റെ പാക്കിങ് ചൂടായി കഴിഞ്ഞാൽ ഇതേപോലെ ഹാർഡാവും കേട്ടോ. ഇത് പൊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുതിയ നമ്മുടെ പാക്കിങ്. ഈ പാക്കിങ് തിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ് കേട്ടോ. ഹുണ്ടായിൻ്റെ ഒറിജിനൽ 350 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി നേരെ ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വാൽ കവറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പുതിയ പാക്കിങ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എഡ്ജിലേക്ക് പുതിയ പാക്കിങ് ഇറക്കി വെക്കണം. അപ്പം പാക്കിങ് ഇടുന്ന സമയത്ത് ബോണ്ട് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. റബ്ബർ പാക്കിങ്ങിനും ബോണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഇടാറില്ല. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇടുന്നതിന് ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ചില ആൾക്കാരുണ്ട് നല്ലപോലെ ആ ഗ്യാപ്പിലും അതിലൊക്കെ ബോണ്ട് നല്ല കുത്തി നിറയ്ക്കും. അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. റബ്ബർ പാക്കിങ്ങിന് ശരിക്കും ബോണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഇനി അത്ര നിർബന്ധമുള്ളവർക്ക് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ടിട്ട് ഇതുവരെ ലീക്കായിട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പാക്കിങ് വാൽ കവറിൻ്റെ ഗ്രൂവിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നേരെ വാൽ കവർ മുകളിലേക്ക് കയറ്റിയിട്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫിറ്റ് പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഈ റബ്ബർ പാക്കിങ് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഹാർഡാവും. അപ്പോഴാണ് ഈ ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ സീറ്റിങ്ങിന് വ്യത്യാസം വരുമ്പോഴാണ് ഈ ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ വാൽ കവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇതേപോലെ വെക്കുക. എന്നിട്ട് ചുറ്റുമില്ല 10ൻ്റെ ബോൾട്ടുകളും എല്ലാം ഇട്ടിട്ട് ഒരേപോലെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ 10ൻ്റെ ബോൾട്ടുകളെല്ലാം ഇടണം. എല്ലാതും ഇട്ട് വെക്കുക. എന്നിട്ട് എല്ലാ ബോൾട്ടും ഒരേപോലെ ടൈറ്റ് ചെയ്യണം. അതായത് ഒരു ബോൾട്ട് ആദ്യം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. എല്ലാ ബോൾട്ടും ഒരേപോലെ ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകുക. അല്ലാന്നുണ്ടെങ്കിൽ അത് സീറ്റിങ്ങിൽ വ്യത്യാസം വരും. അവിടെ അതിൽ കൂടെ ലീക്കും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഓവറായിട്ടും ടൈറ്റ് ചെയ്യരുത്, എന്നാൽ ടൈറ്റും വേണം. ആ രീതിയിൽ ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ ബോൾട്ടും ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെ വാൽ കവർ പാക്കിങ് ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കോണം കേട്ടോ. അപ്പോൾ മറ്റേ വീഡിയോ വീണ്ടും കാണാം.